വെള്ളമില്ലാതെ വരണ്ട് ഉണങ്ങിപ്പോയ ഒരു ഭൂമിയെ ദൈവം സന്ദർശിച്ച് നനയ്ക്കുമ്പോൾ അത് പുഷ്ടിയുള്ളതായി മാറുന്നു എന്ന് അവിടെ എഴുതി വച്ചിരിക്കുമ്പോൾ, ഈ വെള്ളമില്ലാത്ത ഒരു പ്രദേശം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ വീടിൻ്റെ മുറ്റമായാലും നമ്മൾ താമസിക്കുന്ന ഏരിയ ആയാലും അല്ല മറ്റെവിടെങ്കിലും ആകട്ടെ, ഈ വെള്ളം വേണ്ട രീതിയിൽ ലഭിക്കാത്ത സ്ഥലങ്ങൾ നിങ്ങളൊന്ന് നോക്ക്. അത് വറ്റി വരണ്ട് ഉണങ്ങിപ്പോയത് കാണാൻ കഴിയും. ഹലോ, വറ്റി വരണ്ട് ഉണങ്ങിപ്പോയത് കാണാൻ കഴിയും. ഈ വറ്റി വരണ്ട് ഉണങ്ങി ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കാൻ കാണാം. ഈ വെള്ളം കെട്ടി നിന്ന സ്ഥലങ്ങളിലെ വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ, ആ വെള്ളം വറ്റിപ്പോകുമ്പോൾ അത് വരണ്ട് ഉണങ്ങി വിണ്ട് കീറി കട്ട പിടിച്ചിരിക്കുന്നത് കാണാം. ഇല്ലേ? നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ മഴ കിട്ടാതെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടെങ്കിൽ വറ്റി വരണ്ട് ഉണങ്ങി കട്ട പിടിച്ചിരിക്കുന്നത് കാണാം, ഇല്ലേ? പക്ഷേ ഒരു ചാറ്റൽ മഴ പെയ്ത് കഴിയുമ്പോൾ, ദൈവം ഒരു മഴ പെയ്ച്ചു കഴിയുമ്പോൾ ഈ വറ്റി വരണ്ട് ഉണങ്ങി കട്ട പിടിച്ച് കിടക്കുന്ന ആ മൺകട്ടകളൊക്കെ ഉടഞ്ഞ് അത് നിരപ്പായി ദിവസം നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്നറിയാമോ? മരുഭൂമി പോലെ കിടന്ന മുറ്റം വനാന്തരം പോലെയാകും. ഹലോ, മരുഭൂമി പോലെ കിടന്ന മുറ്റം വനാന്തരം പോലെ, അല്ലേ? ഇപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ ഇങ്ങനെ വറ്റി വരണ്ട് ഉണങ്ങി കിടക്കുമ്പോൾ ഈ 2 ദിവസം മഴ അടുപ്പിച്ച് പെയ്ത് നോക്കട്ടെ, പിന്നെ നമുക്ക് തന്നെ തോന്നും നമ്മൾ കാട്ടിലാണോ വീട്ടിലാണോ താമസിക്കുന്നതെന്ന്. അതുപോലെയാകും. ഹലോ, ഇതിനകത്ത് എന്തൊക്കെ സാധനമാണ് ഈ മുളച്ചു വരുന്നതെന്ന് നമുക്ക് പോലും ഒരു പിടി കാണത്തില്ല, അല്ലേ? ഹലോ, അല്ലേ? ഇതിനകത്തുനിന്ന് എന്തൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുക, അല്ലേ? ഇന്ന് പകൽ ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുക, വറ്റി വരണ്ട് ഉണങ്ങിപ്പോയ ചില മണ്ഡലങ്ങൾ, ആത്മാവിന്റെ മഴ പെയ്തിറങ്ങട്ടെ. ചില ഫലവുട്ടിയുള്ള ചില നന്മകൾ ഇന്ന് പകൽക്കാല പുറത്തു വരട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവം സന്ദർശിക്കുമ്പോ ഭൂമി ഫലപുഷ്ടിയുള്ളതായി മാറുന്നത് പോലെ ഇന്ന് പകൽക്കാല ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ടതിന് ദൈവത്തിന്റെ സന്ദർശനം ചില വ്യക്തികൾക്കകത്ത്, ചില കുടുംബങ്ങളിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്.